ഒരു ലൈൻ ഇവിടെ ഊരിയിട്ടിരിക്കുക കണ്ടോ. ഈ ഒരു ലൈൻ ഞാൻ ഊരിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. വാഹനത്തിന് ആസിറ്റീസ് വേറെ ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻജിൻ വർക്കിംഗ് ആണ്, വേറെ വാർണിംഗ് ലൈറ്റ്സ് ഒന്നും കാണിക്കുന്നില്ലത്. ഞാൻ കാണിച്ചു തരാം. ആകെപ്പാടുള്ള വാർണിംഗ് ലൈറ്റ് ഡോർ ഓപ്പണ്, നമ്മുടെ സീറ്റ് ബെൽറ്റ്, പിന്നെ ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് വരുന്ന ലൈനാണ് ഈ കാണുന്നത്. ഈ ലൈൻ ഊരിക്കിടന്നാൽ പോലും നമ്മുടെ വാഹനം സ്റ്റാർട്ടാവും, നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും കാണിക്കത്തില്ല. പക്ഷേ ഇവൻ ഊരിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു പണി എന്താണെന്നുള്ളത് ഞാനിപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോണം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ നമുക്ക് ഫ്യൂവലിൻ്റെ സ്മെല്ല് അനുഭവപ്പെട്ടു. നമ്മളൊന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്തതിന് ശേഷം അവർ കംപ്ലീറ്റ് ആയിട്ട്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ അടിഭാഗവും ഈ സൈഡും ഈ ഹോസ് വന്ന് കയറുന്ന പോർഷൻസും എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഫ്യൂവൽ ലീക്ക് ഒന്നും തന്നെ നമ്മുടെ വാഹനത്തിന് ഇല്ല. പക്ഷേ എന്നാലും ഫ്യൂവൽ സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രധാന കാര്യം? അതായത് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഫ്യൂവൽ ലീക്കില്ല, വാഹനത്തിൻ്റെ അണ്ടർബോഡി ഫുള്ള് ചെക്ക് ചെയ്തു, ഫ്യൂവൽ ലൈൻസ് എല്ലാം ചെക്ക് ചെയ്തു, അവിടെ ഒന്നും ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സംശയിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പിന്നെ സംശയിക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പറയുന്ന വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അതായത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലൈൻസ്, അതായത് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഇങ്ങോട്ട് 2 ലൈൻസ് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് റിട്ടേൺ ലൈൻ അല്ല ശരിക്കും, ഒന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലൈൻസ്, അതായത് ഫ്യൂവൽ പ്രഷറൈസ് ചെയ്ത് ഇവിടുത്തെ ഗാലറിയിലോട്ട് വരാൻ വേണ്ടി ഒരു ലൈൻ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ വരുന്നൊരു ലൈൻ നമ്മുടെ ഫ്യൂവൽ ഗാലറിയിലോട്ട്, അതായത് ഇഞ്ചക്ടേഴ്സിലോട്ട് കൊടുക്കുന്ന ആ ഗാലറിയിൽ പ്രഷറൈസ് ചെയ്ത് നമ്മുടെ ടാങ്കിൽ നിന്നും വരുന്ന ലൈനാണ് ഒന്ന്. രണ്ടാമത്തെ ലൈൻ നമ്മുടെ ഈ കാനിസ്റ്ററിലോട്ട്, അതായത് ചാർക്കോൾ കാനിസ്റ്ററിലോട്ട് പോകുന്നു. ഇവിടെ നിന്ന് ഔട്ട് നേരെ പോകുന്നു. ഇത് ഗ്യാസാണ് ഇതിലോട്ട് വരുന്നത്, അതായത് ഫ്യൂവൽ അല്ല വരുന്നത്. ഒരു കാരണവശാലും അതിനകത്ത് ഫ്യൂവൽ വരത്തില്ല, ജസ്റ്റ് ഒരു ഗ്യാസാണ് വരുന്നത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ വേപ്പറായി പോകുന്ന ഫ്യൂവൽ നേരെ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ക്യാൻസർ യൂണിറ്റാണ്. പക്ഷേ ഈ പറയുന്ന ലൈനാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ വരുന്ന ലൈനിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഫ്യൂവൽ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നതായിരിക്കത്തില്ല. അങ്ങനെ ആയിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ ഊരി വിട്ടു. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഈ ഒരു ലൈൻ ഊരി വിട്ടു. ഇനി ഞാൻ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, ശ്രദ്ധിച്ചോണം. നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഇട്ടേക്കാം. ഇനി ഞാൻ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഈ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്, നമുക്ക് കാണാം. വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ഓക്കെ, AC വർക്ക് ചെയ്യുന്നുണ്ട്. ACയുടെ ലൈൻ ഇപ്പം കംപ്രസർ പിടിച്ച് നമുക്ക് കേൾക്കാം. നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഫാൻ കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഈ ഒരു ലൈൻ ഇവിടെ ഊരിയിട്ടിരിക്കുക കണ്ടോ. ഈ ഒരു ലൈൻ ഞാൻ ഊരിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. വാഹനത്തിന് ആസിറ്റീസ് വേറെ ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻജിൻ വർക്കിംഗ് ആണ്, വേറെ വാർണിംഗ് ലൈറ്റ്സ് ഒന്നും കാണിക്കുന്നില്ലത്. ഞാൻ കാണിച്ചു തരാം. ആകെപ്പാടുള്ള വാർണിംഗ് ലൈറ്റ് ഡോർ ഓപ്പണ്, നമ്മുടെ സീറ്റ് ബെൽറ്റ്, പിന്നെ ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അതായത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആ ഒരു ലൈൻ ഊരിക്കിടന്നാൽ പോലും, അതായത് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് വരുന്ന ലൈനാണ് ഈ കാണുന്നത്. ഈ ലൈൻ ഊരിക്കിടന്നാൽ പോലും നമ്മുടെ വാഹനം സ്റ്റാർട്ടാവും, നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും കാണിക്കത്തില്ല. പക്ഷേ ഇവൻ ഊരിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു പണി എന്താണെന്നുള്ളത് ഞാനിപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോണം. ഞാനതൊന്ന് തിരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ ഊരിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ടാങ്കിനകത്ത് പ്രഷർ ഫോം ആവത്തില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആവിയായി പോകുന്ന ഫ്യൂവൽസ് എല്ലാം ആവിയായി ഈ ഒരു വഴി പുറത്തോട്ട് പോകും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്കൊരു ഫ്യൂവൽ ലോസ് ഉണ്ടാകും, വാഹനത്തിൻ്റെ മൈലേജിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. അത് ഇപ്പോഴത്തെ ഫ്യൂവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, എത്തനോൾ അടങ്ങിയിരിക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് മൈലേജും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഷോർട്ട് വരും. പ്രത്യേകിച്ച് പഴയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്നൊരു ഇതായിരിക്കും. കാരണം ഇത്രയും നാൾ നല്ല മൈലേജ് കിട്ടിയൊരു വാഹനം പെട്ടെന്ന് മൈലേജ് കിട്ടാതെ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും. ഓക്കെ, അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ ഈ ഹോസ് എവിടെയെങ്കിലും ഊരിക്കിടപ്പുണ്ടെന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, അടിഭാഗത്ത് തട്ടിയിട്ട് അവിടെ എവിടെയെങ്കിലും പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടുന്ന് ലീക്ക് ഉണ്ടാകത്തില്ല. ഈ ഒരു ഹോസ്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്യൂവൽ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഈ റബ്ബർ ഹോസസൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ചെറിയ രീതിക്കുള്ള ഹോൾസോ കാര്യങ്ങളൊക്കെ ഇവിടെയോ അല്ലെങ്കിൽ നമ്മുടെ ടാങ്കിൻ്റെ പോർഷനിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു ഫ്യൂവലിൻ്റെ കുറവ് കാണിക്കും, ഫ്യൂവൽ സ്മെല്ല് കാണിക്കും, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറഞ്ഞൊരു ലൈൻ ചെക്ക് ചെയ്യുക. ഇത് മാറി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ സ്മെല്ല് ഉണ്ടാകുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക. ഇനി ഇത് വെച്ച് സമയം കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.